ക്ഷണിച്ചോളൂ. നമസ്തേ. അധികാരമോ സമ്പത്തോ ഒന്നുമോ ഒരു പ്രതീക്ഷയുമില്ലാതെ സുദീർഘകാലം അധികാരവർഗത്തിനെതിരെയും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെതിരെയും പടപൊരുതി നാടിൻ്റെ നട്ടെല്ലായി നിന്നിട്ടുള്ള BJPയുടെ നേതാക്കന്മാരെ, ഭാരതാംബയുടെ മക്കളെ, ഇന്നിവിടെ ഈ വലിയ മഹത്തായ സമര പരിപാടി, അതിന് നേതൃത്വം നൽകുന്ന ഈ സമര പരിപാടിക്കും BJPയുടെ നോർത്ത് ജില്ലയ്ക്കും അധ്യക്ഷം വഹിക്കുന്ന റജികുമാറിനും ഇതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ, ഇവിടുത്തെ ത്യാഗികളായ BJP പ്രവർത്തകർ എല്ലാവർക്കും ശിവസേന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ ആദ്യമേ ഒരു പ്രവചനം നടത്തിക്കൊണ്ട് തുടങ്ങാം. നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും അടുത്തെത്തിയില്ല, സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു, അടുത്ത തവണത്തെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ MLA നമ്മുടെ സുധീർ അവറുകളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് പറയുന്നത് ഈ ചരട് കൈയൊന്ന് ഉയർത്തിയാൽ രാജ്യത്തിന്റെ നിയമം ആയി മാറിയ ബാൽ താക്കറെയുടെ നേരവകാശികളായിട്ടുള്ള ശിവസേനയാണ്. ഞാൻ പറയുമ്പോൾ നമ്മുടെ ശിവസേനയ്ക്ക് BJPയെ അപേക്ഷിച്ച് BJP ഒരു ആനയാണെങ്കിൽ ശിവസേന നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും ചിലപ്പോൾ കേരളത്തിലും ചിലപ്പോൾ 0 ആയിരിക്കാം. പക്ഷെ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല. റജികുമാർ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഈ ജില്ലയുടെ അധ്യക്ഷനായി ചാർജ് എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. നമുക്കറിയാം, മുന്നണി രാഷ്ട്രീയം ഇവിടെ K. കരുണാകരനൊക്കെ ഇർക്കിലി പാർട്ടികളെ പോലും എടുത്ത് ഇന്ന് ഏറ്റവും ഇർക്കിലി പാർട്ടിയായ ഒരു പാർട്ടിയുടെ സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ഒരാൾ പോലും ഇന്ന് മന്ത്രിയാണ് ഒരു ഘടകകക്ഷിയുടെ. ചെറിയ ഘടകകക്ഷികൾക്ക് പോലും പരിഗണന വേണ്ടത്ര കൊടുത്താലേ നമുക്ക് അധികാര സ്ഥാനങ്ങളിൽ വിജയിക്കാൻ പറ്റൂ എന്നുള്ള മന്ത്രം എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഘടകകക്ഷി എന്നുള്ള രീതിയിൽ നിങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ റജികുമാറിന്റെ വാക്ക് അദ്ദേഹം പാലിക്കും എന്നുള്ളൊരു നേർസാക്ഷ്യമാണ് ഇന്ന് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത്. ഈ പൂജ്യത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതൊരു സംഖ്യയുടെ വലതുഭാഗം പിടിച്ചാൽ, ഒരു വലതുഭാഗം ചേർത്തിട്ടാൽ ആ ഇടുന്നതിന്റെ വാല്യൂവിന്റെ 10 ടൈം അതിന്റെ വാല്യൂ അഡീഷൻ ഉണ്ടാവും, അതിന്റെ മൂല്യം വർദ്ധിക്കും. 1 ആണെങ്കിൽ അതിന്റെ വലത് സൈഡിന് 0 ഇട്ടാൽ അത് 10 ആകും, 5 ആണെങ്കിൽ അത് 50 ആകും. ഇവിടുത്തെ BJP റജികുമാറിന്റെ നേതൃത്വത്തിൽ നിലവിൽ ഒരുപാട് വാല്യൂ ഉണ്ടായിരിക്കും, എന്നാലും ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു പാർട്ടിയായി മാറും. അതിന്റെ കൂടെ ചേർന്ന് ശിവസേനയും കൂടെ ഒപ്പം നിർത്തിയാൽ അതിന്റെ ശക്തി 5 മടങ്ങാവും, 10 മടങ്ങാവും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഞാൻ ഏറ്റവും അവസാനം നടന്ന ശ്രീവരാഹം തെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെ സൂചിപ്പിക്കാം. അവിടെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ കൗൺസിലർ പരാജയപ്പെട്ടത് വെറും 14 വോട്ടിനാണ്. അവിടെ ഒരു ഘടകകക്ഷി, ഏതെങ്കിലും ശിവസേന ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷി കൂടെ പ്രൊമോട്ട് ചെയ്ത് അവരെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവരെ ഭാരവാഹികളുടെ വോട്ട് മാത്രം മതിയായിരുന്നു അവിടെ ഇലക്ഷൻ ജയിക്കാൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, റജികുമാറിന്റെ 5 നിയമസഭാ മണ്ഡലങ്ങളും അടുത്തതിന് ബുദ്ധിയുള്ളവരാണ് കേന്ദ്രത്തിൽ ഭരിക്കാനിരിക്കുന്നത്, അവർ മാർക്കിടും. അത് ഈ 5 നിയമസഭാ മണ്ഡലങ്ങളും NDAയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായി പരിണമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം അത്രയ്ക്കും നല്ല രീതിയിലാണ് അദ്ദേഹം SNDP യൂണിയന്റെ ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം തൊട്ട സ്ഥലങ്ങളെല്ലാം SNDPയുടെ ഭാരവാഹി എന്ന് പറയുമ്പോൾ ആരും ആശ്ചര്യപ്പെടേണ്ട. അദ്ദേഹം അതിലിരിക്കുമ്പോൾ പോലും
വെള്ളാപ്പള്ളിയുടെ അടുക്കളയിൽ പോലും കയറാൻ സ്വാതന്ത്ര്യമുള്ള അദ്ദേഹം ആ പാർട്ടിയിൽ ഒന്നും പോകാതെ, ഞാൻ പലപ്പോഴും പണ്ട് ആലോചിച്ചിട്ടുണ്ട്, ഇദ്ദേഹം എന്താണ് ആ BDJS-ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയിലോ ചേരാതെ BJP-യിൽ നിൽക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് കറകളഞ്ഞ ഭാരതാമ്പാടുള്ള സ്നേഹം, കറകളഞ്ഞ BJP-യോടുള്ള സ്നേഹം, BJP-യുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമായിട്ട് നിൽക്കാനുള്ള ആർജവം, ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ BJP-യിൽ തന്നെ ഉറച്ചു നിന്നതും ഇന്ന് ഈ അഭിമാനാർഹമായ ഈ സ്ഥാനത്തെത്തിയതും. പിന്നീട് എനിക്ക് ഈ വിഷയത്തിലേക്ക് കൂടി ഞാൻ വരട്ടെ. ഞാനും ഗൾഫ് രാജ്യങ്ങളിൽ ഒരു 4-4.5 വർഷക്കാലം ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവിടെ ഈ പാകിസ്ഥാനികളെ കാണുമ്പോൾ നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലുള്ള പൗരന്മാരോട് വസിക്കുന്നുണ്ട്, റെസിഡന്റ് ആയിട്ടുണ്ട്. അവരെല്ലാം യവന്മാരെ കാണുമ്പോഴേ അവജ്ഞയോടുകൂടി പച്ച എന്ന് പറയും. കാരണം യാതൊരു നീതിബോധവുമില്ലാതെ കാട്ടാളന്മാരുടെ കാലഘട്ടത്തിലെ നിയമങ്ങൾ അത് ദിനചര്യയാക്കി മാറ്റി അവരുടെ മറ്റു മതങ്ങളിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അവരുടെ ദൈവത്തിനെ അല്ലാതെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെല്ലാം കാഫറുകളാണെന്ന് കണക്കാക്കി അവരെ കൂട്ടക്കൊല ചെയ്യാൻ ഉള്ള മാനസികാവസ്ഥയുമായി നടക്കുന്നവരാണ് പാകിസ്ഥാൻമാർ. അത് പാകിസ്ഥാൻകാരന്മാർ. അവരിൽ ഒരാള് പോലും നല്ല ആൾക്കാരെ കാണത്തില്ല. കാര്യം അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അവരെ നിർമ്മിച്ച അവരുടെ മാതാപിതാക്കളുടെ ജീനും അങ്ങനെ തന്നെ ആയിപ്പോയി. അത് അവന്മാരുടെ മാത്രം കുറ്റമല്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൗരന്മാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുമ്പോൾ അവിടെ ഏത് നിമിഷവും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും എടുക്കാൻ കാത്തിരിക്കുന്ന, സ്വന്തം സ്വത്വം പുറത്തെടുക്കാൻ കാത്തിരിക്കുന്ന കാപാലികരെ കൂടെ കൂട്ടിക്കൊണ്ട് അവരും കൂടെ നമ്മുടെ അടുത്ത വീടുകളിൽ താമസിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കത്തില്ല. പഹൽഗാമിൽ നാം കണ്ടു. പഹൽഗാമിലെ ജീവൻ പൊലിഞ്ഞ ആ വൃത്തികെട്ട ഭീകരന്മാരെ ജീവൻ കവർന്നെടുത്ത ആ സാധു മനുഷ്യർക്ക് ഞാൻ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഹൃദയംഗവുമായി. അവിടെ ജീവൻ മാത്രമല്ല എടുത്തത്, ഏറ്റവും നല്ല രീതിയിൽ മോദിജി വന്നതിന് ശേഷം ഭീകര പ്രദേശമായിരുന്ന ആ പ്രദേശത്തെ ടൂറിസം സെന്ററാക്കി മാറ്റി. ടൂറിസം വ്യവസായങ്ങൾ തഴച്ചു വളരുന്നു. അത് തകർക്കണം, ആ വ്യവസായം തകർക്കണം, അവിടുത്തെ സ്വത്തുക്കൾ കൊള്ളയടിക്കണം. ഇങ്ങനെയുള്ള എല്ലാ ഉദ്ദേശത്തോടും കൂടിയാണ് പാകിസ്ഥാന്റെ സപ്പോർട്ടോടു കൂടി ആ ഭീകരർ അവിടെ ആക്രമണം നടത്തിയത്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ, നരേന്ദ്രമോദിജിക്ക് ശേഷം അതിന് മുന്നേ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരുപക്ഷെ ഏറ്റവും കരുത്തുറ്റ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർ കൊല്ലപ്പെട്ടത് സിഖ് ഭീകരന്മാരുടെ സ്വന്തം അനുയായികളായിട്ടുള്ള സിഖ് സമുദായ അംഗങ്ങളുടെ സാന്നിധ്യത്താലായിരുന്നു. അന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ സുവർണ ക്ഷേത്രത്തിലേക്ക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിഖുകാരെ ആരെയും അംഗരക്ഷകരായി വെക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ ഇന്ദിരാഗാന്ധി ഓവർ കോൺഫിഡൻസോടുകൂടി പറഞ്ഞു, ഈ സിഖുകാരെല്ലാം എല്ലാവരും നമ്മുടെ ഇന്ത്യക്കാരാണ്, അവര് കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ അവരെ സമയമായപ്പോൾ, അവസരം കിട്ടിയപ്പോൾ, അത്യധിക സുരക്ഷ ഉണ്ടായിരുന്നതിന്റെ ഇടയിൽ ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ അവരെ വെടിയുതിർത്ത് വധിക്കുകയാണ് ചെയ്തത്. നീലക്കുറുക്കന്റെ കഥ നമുക്കറിയാം. അത് നല്ല മഴയൊക്കെ പെയ്ത്, നല്ല ഇടിയൊക്കെ പെയ്ത്, ഒരു മഴയുടെ ലക്ഷണമൊക്കെ കണ്ട് ഒരു മഴയങ്ങ് പെയ്തു കഴിഞ്ഞാൽ ആ നീലമങ്ങ് ഒലിച്ചു പോകും. അവരെ തനി സ്വഭാവം അപ്പൊ പുറത്തെടുക്കും, അത് ഓരയിടും, അതിന്റെ കളറങ്ങ് മാറിപ്പോവും. അതുപോലെയാണ് ഈ പാകിസ്ഥാൻകാരന്മാരെ സാധുക്കളെന്ന് തോന്നുന്ന രീതിയിൽ ഇവിടെ നമ്മൾക്ക് ചുറ്റും പതിയിരിക്കുന്ന ഈ ഭീകരന്മാർ. അവരുടെ തനി നിറം എപ്പോഴാണ് പുറത്തെടുക്കുക? അവര് പാവപ്പെട്ടവരുടെ, ഒരു കാര്യവുമില്ലാത്തവരുടെ ജീവൻ എപ്പോഴാണ് കവർന്നെടുക്കുക, സമ്പത്ത് എപ്പോഴാണ് കവർന്നെടുക്കുക എന്ന് പറയാൻ ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ഹിന്ദുത്വത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ആ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള ആ ഒരു മന്ത്രം അത് ഹിന്ദുക്കൾക്ക് മാത്രം പോരാ, സനാതന ധർമ്മത്തിന് മാത്രം പോരാ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും വേണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിവിടുത്തെ ഈ സമര പരിപാടിക്ക് അത്യധികം പ്രാധാന്യമുണ്ട്. ഈ പാകിസ്ഥാൻ പൗരന്മാരെ അടിയന്തരമായി കണ്ടെത്തി ഇവിടുന്ന് പുറത്താക്കുവാൻ വേണ്ടി ഇവിടുത്തെ പോലീസും ഇവിടുത്തെ അധികാരികളും തയ്യാറാവുന്നില്ലെങ്കിൽ അതിനുള്ള ശക്തി BJPക്കും അതിന് നേതൃത്വം നൽകുക NDAയുടെ ഓരോ പ്രവർത്തനമുണ്ട് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ ഒരു 100 അഭിവാദ്യങ്ങൾ. ജയ് ഭാരത് മാതാ.